വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ട അസ്മയുടെ മരണത്തിനു കാരണക്കാരായവരെ മാത്രമല്ല കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായി എന്ന് കേട്ട മാതൃമരണങ്ങളുടെയും നവജാത ശിശു മരണങ്ങളുടെയും കാരണക്കാരായവരെ പറ്റി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണമെന്ന് ഫോർജം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഡൂർ പഞ്ചായത്തിൽ വീട്ടുപ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന് 33 വയസ്സ് മാത്രം പ്രായമായ യുവതി മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരവും സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവത്തിലൂടെ മുൻപും നിരവധി സ്ത്രീകളും നവജാത ശിശുക്കളും മരണപ്പെട്ടിട്ടുണ്ട്. മലപ്പുറത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള മരണത്തിനും 5 പിഞ്ചുകുഞ്ഞുങ്ങളുടെ അനാഥത്വത്തിനും കാരണക്കാരൻ അവരുടെ പങ്കാളി മാത്രമല്ല, ഇത്തരം പ്രസവത്തിന് പ്രേരണ നൽകുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ കൂടിയാണ്. അക്യുപങ്ചർ ചികിത്സയാണ് പ്രസവ സഹായത്തിനായി അവലംബിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ ആ വൈദ്യശാഖയിൽ അംഗീകൃത ബിരുദമെടുത്തവർ പറയുന്നത് പ്രസവത്തിന് അക്യുപങ്ചർ ഉപയോഗിക്കാനാവില്ല എന്നാണ്. അപ്പോൾ വ്യാജ ചികിത്സയാണ് ഇത്തരക്കാർ ഇത്രകാലം പ്രചരിപ്പിച്ചിരുന്നതും പ്രയോഗിച്ചിരുന്നതും എന്നൂഹിക്കാം. പ്രസവം എന്ന പ്രക്രിയ വലിയൊരു ശതമാനം സ്ത്രീകളിലും സ്വാഭാവികമായി നടക്കാമെന്ന അവസ്ഥയെയാണ് ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നത്. മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളും വ്യാജ ചികിത്സാ രീതികളും സ്ത്രീവിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന വലിയൊരു സംഘം ഇന്ന് കേരളത്തിലുണ്ട്. ഇസ്ലാമിക വിരുദ്ധവും അശാസ്ത്രീയവുമായ ഇത്തരം പ്രചരണങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം അതിലൂടെയുള്ള സാമ്പത്തിക നേട്ടം മാത്രമാണ്. അതിനെ പ്രതിരോധിക്കുന്നത് മതവിശ്വാസത്തിനെതിരല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് തികഞ്ഞ സ്ത്രീവിരുദ്ധതയും വ്യാജ ചികിത്സാ രീതികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പരാതി ലഭിക്കുമ്പോൾ വനിതാ കമ്മീഷനും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റും അത് ഗൗരവത്തിലെടുത്ത് നടപടികൾ സ്വീകരിക്കണം. സമാന്തര പ്രസവ ചികിത്സാ രീതികൾ എന്ന പേരിൽ പ്രചരണം നടത്തുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും രജിസ്ട്രേഷൻ സ്ഥിതി പരിശോധിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്യണം. വീട്ടുപ്രസവത്തിന് തയ്യാറാവുന്നവരുടെ വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കുക. അവർ ഗർഭകാല സേവനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അക്കാര്യം പ്രാദേശിക ആരോഗ്യ സ്ഥാപനത്തെ അറിയിക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അടിയന്തര ഇൻസ്റ്റിറ്റ്യൂഷണൽ സഹായം ലഭ്യമാക്കാനാവുമെന്ന ഇടങ്ങളിൽ മാത്രം അതിന് അനുമതി കൊടുക്കുക. കേരള സർക്കാർ അടിയന്തരമായും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക. സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണം എന്നത് അവളുടെ ഭർത്താവിന്റെ മാത്രമോ അവളുടെ തന്നെയോ വിഷയമായി ചുരുക്കാനാവില്ല. അതൊരു സാമൂഹ്യ വിഷയം കൂടിയാണ് എന്ന കാര്യത്തിൽ പൊതുജന ജാഗ്രത ഉണരേണ്ടതുണ്ട്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഖദീജ മുംതാസ്, നബീസ സയ്യിദ്, എം സുൽഫത്ത്, നഫീസ കോലോത്ത്, നെജു ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ് എന്നുള്ളത് തീർച്ചയാണല്ലോ. അതായത് പുരുഷന്റെ ഒരു താല്പര്യമാണ് വാസ്തവത്തിൽ. ഇപ്പൊ ഈ മരിച്ച സ്ത്രീ ഒരു അക്യൂ മാസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്ത്രീ അവളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നടത്തിയത് എന്ന് പറയുമ്പോൾ പോലും വാസ്തവത്തിൽ ഇത് പുരുഷ താല്പര്യത്തിന് അനുഗുണമായിട്ട് കുറെ സ്ത്രീകളെ അങ്ങനെ അലങ്കരിച്ച് അക്യൂ മാസ്റ്ററായിട്ട് കൊണ്ടുവരികയും ഇവരുടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളിലൂടെ സ്ത്രീകളും കൂടെ നിൽക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇരകളാകുന്നത് വാസ്തവത്തിൽ സ്ത്രീകൾ തന്നെയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.